ദിനവൃത്താന്തം 1-ാം പുസ്തകം അധ്യായം 10. ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേല്യർ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ ഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൗലിനെയും മക്കളെയും പിന്തുടർന്നു. ഫെലിസ്ത്യർ ശൗലിന്റെ മക്കളായ യോനാഥാനെയും അബീനാദാബിനെയും മൽക്കീശുവയെയും വധിച്ചു. യുദ്ധം ശൗലിന്റെ നേരെ മുറുകി. വില്ലാളികൾ അവനെ കണ്ടു. വില്ലാളികളാൽ അവൻ വിഷമത്തിലായി. അപ്പോൾ ശൗൽ തൻ്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ അപമാനിക്കാതിരിക്കാനായി നിന്റെ വാൾകൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. അവൻ്റെ ആയുധവാഹകൻ ഏറ്റവും ഭീതിതനായതിനാൽ അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ തന്നെ ഒരു വാൾ പിടിച്ചതിന്മേൽ വീണു. ശൗൽ മരിച്ചു എന്ന് അവൻ്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തൻ്റെ വാളിന്മേൽ വീണു മരിച്ചു. ഇങ്ങനെ ശൗലും 3 മക്കളും അവൻ്റെ ആയുധവാഹകരും അവൻ്റെ വീരന്മാരും ആ ദിവസം ഒരുമിച്ച് മരിച്ചു. ശൗലും മക്കളും മരിച്ചു എന്ന് താഴ്വരയിലുള്ള ഇസ്രായേലിയർ കണ്ടിട്ട് അവർ തങ്ങളുടെ പട്ടണങ്ങൾ വിട്ട് ഓടിപ്പോയി. ഫെലിസ്ത്യർ വന്ന് അവയിൽ കുടിയേറി. പിറ്റേ ദിവസം ഫെലിസ്ത്യർ ഹതന്മാരുടെ വസ്ത്രം ഉരിയുവാൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ വസ്ത്രാദികൾ ഉരിഞ്ഞ് അവൻ്റെ തലയും ആയുധങ്ങളും എടുത്ത് അവരുടെ ക്ഷേത്രങ്ങളിലും ജനങ്ങളുടെ ഇടയും വിവരം അറിയിക്കേണ്ടതിന് ഫിലിസ്ത്യാദേശത്തെല്ലാം ആളയച്ചു. അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വച്ചു. അവൻ്റെ ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിലും തൂക്കി. ഫെലിസ്ത്യർ ശൗലിനോട് ചെയ്തതെല്ലാം ഗിലെയാദിലെ യാബേശിലെയും കേട്ടപ്പോൾ വീരന്മാരെല്ലാവരും പുറപ്പെട്ടു. ശൗലിൻ്റെ ശവവും അവൻ്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്തു യാബേശിലേക്ക് കൊണ്ടുവന്നു. അവരുടെ അസ്ഥികൾ യാബേശിലെ കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. 7 ദിവസം ഉപവസിച്ചു. ഇങ്ങനെ ശൗൽ കർത്താവിനോട് ചെയ്ത പാപം മൂലവും കർത്താവിൻ്റെ വചനം അനുസരിക്കായികയാലും ആഭിചാരകരോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാതിരുന്നതിനാൽ താൻ അവന് അന്ത്യം വരുത്തി. രാജ്യത്വം ഇശ്ശായിയുടെ മകനായ ദാവീദിന് നൽകി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.